ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിരുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ നേരം വെള്ളത്തിൽ നിന്ന് ഒരു മരം വല്ലതും വെട്ടിയിട്ട് വേണം നമുക്ക് വല്ല ക്രാഫ്റ്റിംഗ് ടേബിളോ ഒക്കെ ഉണ്ടാക്കാനുള്ള നമുക്കിനി കുറച്ച് മരം വെട്ടിക്കളയാം. മരമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി സ്റ്റിക്സ് ഉണ്ടാക്കണം. പിക്കാക്സ്, ആക്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിനെല്ലാം ഉണ്ടാക്കണം. മുറിച്ചൊന്ന് കഴിയിട്ട് വേഗമൊന്നും മുറിയുന്ന നേരമേ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മരം ഇതേപോലത്തെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മരമായി. നമ്മളിനി നേരെ എന്താ നിയമന്നുണ്ടോ അവൻ്റെ പണിയെല്ലാം വെക്കൂട്ടോ. മറ്റേ സൗണ്ട് ചുറ്റുമോ പിടിച്ച് നോക്കിയിട്ടോ. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ നേരെ ഇവിടെ കളി തുടങ്ങിയിട്ടാണ്. ഓക്കെ, ആദ്യം ഒരു ഭാഗ്യമുണ്ട്. ഞാൻ ചേർന്ന് കുഴിയാണ്. 2 മരം മുട്ടിയപ്പോൾ 12 രൂപ കിട്ടി. നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഞാണ്ടെന്നിങ്ങനെ പോയപ്പോഴേ നമ്മളവിടെ വേറൊരു സാധനം കാണുന്നു. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. നമുക്ക് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വരാം. പക്ഷെ നമുക്കിവിടെ നിർത്തി ചാടാനും പറ്റില്ല. എനിക്ക് ചാടാൻ പേടിയാണ്. എൻ്റെ അകത്തോട്ടേക്ക് ചാടാം. ഇവിടെ നിന്ന് ഈ വഞ്ചിയെല്ലാം ഉണ്ടാക്കണമെന്നാവും. ഇവിടെ നിന്ന് നല്ല സ്ഥലം. അവിടെ ചെറിയ സ്ഥലമാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ കടവിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ഉൾക്കടലിൽ കൊണ്ട് നിന്നിട്ട് വരും. അത് വേണം ഉൾക്കടലിൽ ഉണ്ടാക്കേണ്ടതൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്റ്റിക്ക്. കണ്ടോ, സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കളഞ്ഞു. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. 3 സ്റ്റിക്കായി. ഒറ്റയടിക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണ്ട. നമുക്ക് സീനില്ലല്ലോ. നമുക്കതാകുമ്പോൾ എളുപ്പം സ്റ്റിക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് പോവില്ല. മരം വെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കേട്ടോ. നമ്മൾ നേരെ സ്റ്റിക്ക് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റിക്കും ഉണ്ടാക്കാനുണ്ടാ 11 എണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് കൂടെ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമൊക്കെ കേട്ടോ. പിന്നെ സ്റ്റോൺ പിക്സ് അങ്ങനെ കുറേ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കതേപോലെ ക്രാഫ്റ്റിൻ്റെ ഇടുന്ന മൂലക്കോടിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ ഈ മല കയറി അപ്പുറത്തെത്തണം എങ്ങനെയെങ്കിലും. മരം കയറി വീണൂല. മരം കയറിയിട്ട് നമുക്ക് ഏറ്റവും മുകളിലെത്തണം. മുകളിലെത്തിയിട്ട് വേണം നമുക്ക് ഇവിടെ മേളിൽ കയറാൻ പറ്റത്തുന്ന. നേരെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നമ്മളടാ നമ്മൾ അടിവാരത്തെത്തി. അപ്പോൾ ഇവിടെ കുഴിയാണ്, കൊക്കാനുള്ളതുണ്ടാവാം. എന്താണാവോ? പക്ഷേ ഇവിടുത്തെ സ്ഥലങ്ങളുണ്ടാകും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടാ. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു നില ഇതുണ്ടാക്കട്ടെ. നമുക്ക് പ്ലാങ്ക്സ് ആദ്യം ഉണ്ടാകണം കേട്ടോ. പ്ലാങ്ക്സ് ഇല്ലാണ്ടൊരു കളിയില്ല. മരം ഉണ്ടെങ്കിൽ തന്നെ പ്ലാങ്ക്സ് ആദ്യം വേണം. നമ്മൾ പ്ലാങ്ക്സ് ഉണ്ടാക്കി നമുക്ക് എന്തായിട്ട് വേണ്ടേ? നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തന്നെ ഉണ്ടാക്കിയേക്കോട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ. പിന്നെ നമുക്ക് നേരെ വെക്കാം. ഓക്ക് പ്ലാങ്ക്സ് നേരെ കമത്തിയതാ. ക്രാഫ്റ്റിംഗ് ടേബിൾ നേരത്താണ് നമ്മൾ കമത്തിയത്. എന്ത് ഓക്കെ, നമുക്കിനി ഇതിനകത്തുനിന്ന് സ്റ്റിക്സ് നമ്മൾ ചെയ്ത് ഓൾറെഡി 16 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്സ് ഒരെണ്ണം ഉണ്ടാക്കണം. ആദ്യം ശകലുണ്ടാക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ആക്സ്
ഒരു വിക്കാക്സ്, പ്രത്യേകിച്ച് ഓർമ്മ വേണമല്ലേ, ഒരു സോഡ് കിട്ടും. നമുക്ക് പോവാം. ഇതാദ്യം വെട്ടിപ്പൊളിച്ചിട്ട് ഓക്കെ. നമുക്ക് വെട്ടിപ്പൊളിച്ചെടുത്ത് പുഴയുടെ അടിവാരത്ത് പോവാം. പുഴയുടെ അടിവാരത്തെത്തണം നമുക്ക്. നമ്മൾ അടിവാരത്തെത്തിയിട്ടേ ഉള്ളൂ കാര്യം. നമ്മൾ നേരെ കൊണ്ടുവന്ന് അഞ്ച് നമ്മളോട് വെച്ച് ബോട്ടിൽ കയറി. ഓക്കെ ഓടാണ്ട്. ഓക്കെ നമ്മൾ ബോട്ടിൽ കയറി. നമുക്കിനി ലോകം ചുറ്റിക്കാണാം. നമുക്കിനി വെള്ളത്തിൽ കൂടി നീന്താം.